നമസ്കാരം. നമ്മുടെ നാട് ഇന്ന് കഞ്ചാവിൽ അല്ലെങ്കിൽ രാസലഹരിയിൽ ആറാടുകയാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ, നമ്മൾ കുട്ടികളാണെന്ന് കരുതിയിരുന്ന കുഞ്ഞുങ്ങളൊക്കെ സ്വന്തം അപ്പനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ വെട്ടി കൊലപ്പെടുത്തി ഒരു കൂസലും ഇല്ലാതെ തെളിവെടുപ്പിനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഓരോ ദിവസവും വാർത്തകൾ. എവറി ഡേ അല്ലെങ്കിൽ എല്ലാ ദിവസവും നേരം പുലരുന്നത് ഇത്തരത്തിലുള്ള കൊടൂരമായ വാർത്തകൾ കേട്ടിട്ടാണ്. നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇതിനെക്കുറിച്ച് എല്ലാ ദിവസവും സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ആ ഒരു ആത്മാവും ഒക്കെ മരവിച്ച അവസ്ഥയിലാണ് നമ്മൾ സംസാരിക്കുക. ഒട്ടും സന്തോഷകരമല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ പ്രേക്ഷകരോട് പറയുന്നത്. അത് ഓരോ ദിവസവും ഓരോ ജില്ലകളിലും നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് മാറ്റി കഞ്ചാവിന്റെ അല്ലെങ്കിൽ MDMA രാസലഹരികളുടെ സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ആരോ അബദ്ധത്തിന് നമ്മുടെ നാടിന് പേരിട്ടതായിരിക്കാം. ഒരു പക്ഷേ ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ കണ്ടിട്ട് ഇട്ടുപോയതാവും. മനുഷ്യനും സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രീതി കൊണ്ടോ സാത്താന്റെ സ്വന്തം നാടെന്നാണ് നമ്മുടെ നാടിനെ പറയേണ്ടത്. കാരണം അത്രയും അവസ്ഥയിലേക്ക്, അത്രയും അധപ്പതിച്ച് നമ്മുടെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഞ്ചാവിന് അടിമപ്പെട്ട സ്വന്തം സഹോദരിയെ റേപ്പ് ചെയ്തു. അത് നമ്മൾ നോക്കുമ്പോൾ ഇത് ഉത്തർപ്രദേശിലായിരിക്കും, അല്ലെങ്കിൽ ഡൽഹിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ജമ്മു കാശ്മീരിലായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ്. എന്നാൽ ഈ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൊച്ചിയിൽ നടന്ന സംഭവമാണ്. കഞ്ചാവിന് അടിമപ്പെട്ട സഹോദരിക്ക് കഞ്ചാവ് നൽകി മയക്കി റേപ്പ് ചെയ്തു. സ്വന്തം മദ്യലഹരിയിലായ അല്ലെങ്കിൽ കഞ്ചാവിന് ഒരുപാട് ചെറുപ്പക്കാർ മദ്യലഹരിയിലായിട്ടുണ്ട്. നമ്മുടെയൊക്കെ പഴയ തലമുറയിലെ അപ്പനും അപ്പൂപ്പന്മാരും ഒക്കെ ഈ കഞ്ചാവിനല്ല, ഈ മദ്യത്തിനും ചാരായത്തിനും ഒക്കെ അടിപ്പെട്ട് അമ്മമാരെ ആക്രമിക്കുന്ന ഒരു രീതികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരാരും സ്വന്തം പെറ്റമ്മയെ, ഭാര്യമാരെ ആക്രമിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ പെറ്റമ്മയെ അടിക്കുന്ന മക്കളെയും നമുക്കറിയാം. പക്ഷെ അവരെ സ്വന്തം പെറ്റമ്മയെ, തളർന്നു കിടക്കുന്ന അമ്മയെ ബലാത്സംഗം ചെയ്ത ന്യൂസൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ അതും കേട്ടു. 84 വയസ്സുള്ള കിടപ്പ് രോഗിയായ അമ്മയെ 46 വയസ്സുകാരനായ മദ്യലഹരിയിലായിരുന്ന മകൻ റേപ്പ് ചെയ്തെന്ന വാർത്ത. എന്താ സാംസ്കാരിക കേരളമേ, നമ്മുടെ തല കുനിഞ്ഞു പോവുകയാണ്. ഞാൻ ആരോടാണ് ഈ വാർത്താ ചാനലിൽ തേർഡ് ഐ ന്യൂസിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ തേർഡ് ഐ ന്യൂസിന്റെ ഫ്ലോറിൽ നിന്നുകൊണ്ട് ഞാനിത് പ്രേക്ഷകരോട് പറയുമ്പോൾ സത്യത്തിൽ ആരെയാണ് നമ്മളിത് ബോധ്യപ്പെടുത്തണമെന്ന് ചോദിച്ചു പോവുകയാണ്. കഞ്ചാവിൽ മുങ്ങി, കഞ്ചാവിന് അഡിക്റ്റഡ് ആയിട്ട്, കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞു പോകും. MDMA പോലുള്ള വലിയ രാസലഹരി, അത് ഏറ്റവും ബേസ് ആണ് MDMA എന്ന് പറയുന്നത് എനിക്കിപ്പോ തോന്നുന്നു. അതിലും എനിക്ക് പോലും അറിയാൻ പറ്റാത്ത ഒരുപാട് പേരുകളിൽ ഇന്നിപ്പോ ലഹരികൾ സിരകളിൽ നുരയുകയാണ്. സ്വന്തം സഹോദരിക്ക് തിരിച്ചറിയാൻ സ്വന്തം സഹോദരിയെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പന് മക്കളെ കുറെ കാലമായിട്ട് പെൺമക്കളെ തിരിച്ചറിയാൻ വയ്യ. കാരണം കുറെ അപ്പന്മാരുണ്ട് മക്കളെ പീഡിപ്പിക്കുന്നത്. പക്ഷെ അവരൊന്നും കഞ്ചാവുകാരായിരുന്നില്ല. ഇപ്പോ സ്വന്തം ഉമ്മയെ, നമ്മൾ അമ്മയാണെല്ലാം, അമ്മയെ എന്തായാലും മക്കളൊന്നും ചെയ്യില്ല എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ അതും പാടെ മാറിയിരിക്കുകയാണ്. പേടിച്ചാണ് പാരന്റ്സ് ഒക്കെ വീട്ടിൽ കഴിയുന്നത്. ഒന്ന് എതിർത്താൽ എന്തിനാ, നിസ്സാരം ഒരു പാസ്, സെക്യൂരിറ്റിക്കാരനോട് ഒരു പാസ് ചോദിച്ചാൽ, എന്താടാ നമ്മളെ വണ്ടിയിൽ കൊണ്ടൊരു വണ്ടി ഒന്ന് അറസ്റ്റിയാൽ എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ അത് വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നെങ്കിൽ പിറ്റേ ദിവസം അതേ സ്പോട്ടിൽ നമ്മളെ തീർക്കും, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറി നമ്മളെ വെട്ടും. കഴിഞ്ഞ ദിവസം ഈ പറയപ്പെടുന്ന വീട്ടിൽ കയറി വെട്ടി വീട്ടിലുള്ള 3 പേരെയാണ് എറണാകുളത്ത് തന്നെ ഒരുത്തൻ തല്ലിക്കൊന്നത് അല്ലെങ്കിൽ വെട്ടിക്കൊന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നിരിക്കുന്നു കഞ്ചാവ് കൃഷി. സ്വന്തം വീട്ടുവളപ്പിൽ കഞ്ചാവ് കൃഷിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അഡിക്റ്റഡ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുറത്ത് നമ്മുടെ നോർത്തിൽ നടന്നിരിക്കുന്നത് നേവൽ ഉദ്യോഗസ്ഥനായ ഭർത്താവിനെ, UK നേവൽ ഉദ്യോഗസ്ഥനായ ഭർത്താവിനെ കാമുകനും ഭാര്യയും കൂടെ ചേർന്ന് പീസാക്കി ട്രോളിക്കകത്ത് പൂഴ്ത്തി വെച്ചിരുന്നു. അതിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരും കഞ്ചാവ് അഡിക്റ്റ് ആണ്. കഞ്ചാവിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ആണ്. MDMA പോലുള്ള രാസലഹരി നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ബ്രെയിനിനെ മരവിപ്പിച്ചു കളയുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ കല്യാണങ്ങൾ. നമുക്കറിയാം, നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ കസിൻസോ ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തുകൂടുന്ന ഒരു ചില്ലാകുന്ന ഒരു മൊമെന്റ് ആണ് കല്യാണങ്ങൾ, റിസപ്ഷനുകൾ അല്ലെ. നമുക്ക് എല്ലാവർക്കും അടിപൊളി ഡ്രസ്സൊക്കെ എടുത്ത്, റീൽസ് ഒക്കെ എടുത്ത്, സെൽഫി ഒക്കെ എടുത്ത് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭങ്ങളിലും ഇന്നിപ്പോ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായി മാറിയിരിക്കുകയാണ് MDMA. കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്തിൽ നിന്ന്, നമ്മുടെ സ്വന്തം കോട്ടയത്ത് തേർഡ് ഐ ന്യൂസിന്റെ ഒക്കെ മൂക്കിന്റെ താഴത്ത് നിന്നാണ് ഈ പറയപ്പെടുന്ന സാധനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് തേർഡ് ഐ ന്യൂസിന് കിട്ടുന്നത്. കാരണം തൊട്ടടുത്ത് തന്നെ കല്യാണ വീടുകളിൽ മദ്യത്തോടൊപ്പം കഞ്ചാവും അതോടൊപ്പം തന്നെ MDMAയും പിടിച്ചിരുത്തി വിളമ്പുന്ന വിവരം അറിഞ്ഞിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നവർക്ക് കൊടുക്കാനാണ്. ഈ ആവശ്യക്കാരുണ്ട്. കോട്ടയവും കൊല്ലവും ആലപ്പുഴയൊക്കെ രാസലഹരികളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. പണ്ട് എറണാകുളമായിരുന്നു, ചെറിയൊരു ഗോവയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സിനിമാക്കാരൊക്കെ ഉള്ളത്, ഏറ്റവും കൂടുതൽ കഞ്ചാവും അല്ലെങ്കിൽ മയക്കുമരുന്നുകളും ഇഞ്ചക്ഷനും പെത്തറിനും എല്ലാം ഉള്ളതെന്ന് നമ്മൾ വിമർശിച്ചപ്പോഴും ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും കഞ്ചാവും MDMAയും വിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ, വല വീശി കിടക്കുകയാണ്. അതിൽ പെടാത്ത കുരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അല്ലാതെ എങ്ങനെയാണ് ഇത്രയധികം അക്രമവാസനയുള്ള സ്വന്തം അമ്മയെയും സ്വന്തം ഈ കൂടപ്പിറപ്പിനെയും ഒക്കെ കൺമുന്നിൽ ഈ പറയുന്ന കോൾഡ് ബ്ലഡഡ് മർഡേഴ്സ് ആയിട്ട് മാറാനുള്ള ഒരു മനസ്സ്
കഞ്ചാവ് പോലുള്ള മാരക രാസലഹരികൾ പോലുള്ള മാരക വസ്തുക്കൾക്കല്ലാതെ ഒരാളുടെ ബുദ്ധി മരവിപ്പിക്കാൻ മറ്റെന്ത് വസ്തുവിനാണ് കഴിയുന്നത്? കുഞ്ഞു മക്കളെ വരെ മിഠായിക്കകത്താക്കി കഞ്ചാവ്, സ്വന്തമായിട്ട് പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികളെ പോലും ഈ മിഠായിക്കകത്താക്കി കഞ്ചാവ് അഡിക്റ്റും ഈ പറയുന്ന രാസലഹരിക്കും അടിമകളാക്കി മാറ്റാനുള്ള ത്വര ഈ പറയുന്ന കാരിയേഴ്സിനുണ്ട്. സോ എന്തായാലും നമ്മുടെ നാട് ഒരുമിച്ച് നിന്നാൽ മാത്രം, നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നമ്മുടെ പോലീസ് സേനകളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ജീവസും ഓജസ്സും നഷ്ടപ്പെട്ട, ജീവനും ഓജസ്സും എല്ലാം നഷ്ടപ്പെട്ട ഒരു പുതുതലമുറയെ കൊലപാതകികളുടെ നാടായി മാറുന്ന ഒരു കേരളമായി നമ്മൾ മൂകസാക്ഷികളായി പഴയ തലമുറ കണ്ണീർ വാർക്കേണ്ടി വരും. അതിന് നമ്മൾ ജീവനോടെ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് എവിടുന്നാണ് വെട്ടുകിട്ടുക അല്ലെങ്കിൽ കൊല്ലുക എന്ന് നമുക്ക് ഒരു ഉറപ്പും പറ്റാത്ത, നമ്മുടെ ശരീരത്തിനും നമ്മുടെ ജീവിതത്തിനും ഒന്നും ഒരു ഉറപ്പും ഇല്ലാത്തൊരു നാടായി, ഒരു പിശാചിന്റെ നാടായി മാറുകയാണോ നമ്മുടെ സ്വന്തം കേരളം? നന്ദി.